പാക് ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്നത് അമേരിക്കയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ CIA ചാരൻ. മുൻ പാക് പ്രസിഡന്റ് പർവേസ് മുഷറഫിനെ അമേരിക്ക വിലക്കെടുത്തു. പാക് ആണവായുധങ്ങളുടെ നിയന്ത്രണം അമേരിക്കയ്ക്ക് മുഷറഫ് നൽകി. ഭീകരർക്ക് ആണവായുധങ്ങൾ ലഭിക്കുമോ എന്ന് മുഷറഫ് ഭയപ്പെട്ടിരുന്നതായും പാകിസ്ഥാനിൽ ഡബിൾ ഗെയിം കളിക്കുകയായിരുന്നു മുഷറഫെന്നും CIA ഏജന്റായ ജോൺ കിരിയാക്കു. വിവരങ്ങൾ ജിഷ്ണു കൃഷ്ണൊപ്പം ചേരും. ജിഷ്ണു, ആദ്യം ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിനെ കുറിച്ച്. കൃഷ്ണാജ്, അമേരിക്കയുടെ ഏജൻസി ആയിട്ടുള്ള CIA ഏജന്റായിട്ടുള്ള ജോൺ കിരിയാക്കു ആണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത്. ഏറെ ഞെട്ടിപ്പിക്കുന്നതും ഒപ്പം പാകിസ്ഥാനിൽ അമേരിക്ക നടത്തുന്ന ഇടപെടൽ നേരത്തെയും ഇത്തരത്തിൽ പലതരത്തിലുള്ള വെളിപ്പെടുത്തൽ വഴിയും തെളിവുകളും പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ CIA ഏജന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് പാകിസ്ഥാനിലെ ആണവായുധങ്ങളുടെ നിയന്ത്രണമുള്ളത് അമേരിക്കയുടെ കയ്യിലാണ് എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മുൻപ് പാകിസ്ഥാൻ പ്രസിഡന്റായിരുന്ന പർവേസ് മുഷറഫാണ് അമേരിക്കയ്ക്ക് ഇത്തരത്തിൽ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിയന്ത്രണം നൽകിയിട്ടുള്ളത്. പർവേസ് മുഷറഫിനെ അമേരിക്ക വിലക്കെടുത്തു എന്ന പ്രതികരണവും എന്ന വെളിപ്പെടുത്തലുമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പർവേസ് മുഷറഫിൻ്റെ കാലത്ത് നമുക്കറിയാം, അതിർത്തി മേഖലകളിൽ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് സൈനിക തലത്തിലുള്ള സഹായം നൽകിയതുമായി ബന്ധപ്പെട്ട് ഭാരതം ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ അന്താരാഷ്ട്ര വേദികളിൽ ഉയർത്തിയിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് അമേരിക്ക ഈ ആണവായുധങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അതിന് പർവേസ് മുഷറഫിനെ വില കൊടുത്തു വാങ്ങി. പർവേസ് മുഷറഫ് പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് ഡബിൾ ഗെയിം കളിക്കുകയായിരുന്നു എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ CIA ഏജന്റ് നടത്തിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഇനിയും പാകിസ്ഥാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഏജൻസികളുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഉണ്ടാകണം എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാൾ വ്യക്തമാക്കിയിട്ടുള്ളത് അമേരിക്കയ്ക്കൊപ്പം നിന്നുകൊണ്ട് ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കാം എന്ന് പറഞ്ഞ അതേ പർവേസ് മുഷറഫ് അതിർത്തി കടന്നുകൊണ്ടുള്ള ഭീകരവാദത്തിന് ഭീകരവാദികൾക്കൊപ്പം നിന്നുകൊണ്ട് ഡബിൾ ഗെയിം കളിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് വെളിപ്പെടുത്തിയത്. ജിഷ്ണു, ഈ പാകിസ്ഥാൻ ഇതൊക്കെ ചെയ്യും, കാരണം അവരുടെ ചരിത്രം പശ്ചാത്തലമൊക്കെ ആ വിധത്തിലാണ്. എത്രയോ വട്ടം നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. ഭീകരർക്കൊപ്പം നിൽക്കുന്ന, ഭീകരർക്ക് താവളമൊരുക്കി കൊടുക്കുന്ന, ഭീകരരെ ആവോളം സഹായിക്കുന്ന, ഭീകരർ കൊല്ലപ്പെട്ടാൽ അവരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു പാരമ്പര്യമാണ് പാകിസ്ഥാൻ്റെ എന്ന് നമുക്കറിയാം. ഇതിപ്പോൾ ഈ CIA ഏജന്റ് വെളിപ്പെടുത്തിയത് പ്രകാരം പാകിസ്ഥാനിൽ മുഷറഫ് ഡബിൾ ഗെയിം കളിക്കുകയായിരുന്നുവെന്നാണ്. പക്ഷേ അമേരിക്ക ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ കളിക്കുന്ന ഡബിൾ ഗെയിം കൂടിയല്ലേ ഈ വാർത്തയിലൂടെ പുറത്തു വരുന്നത്? കൃഷ്ണാജി, തീർച്ചയായും ഇത്തരം വിഷയങ്ങളിൽ അമേരിക്ക നടത്തുന്ന ഇടപെടലുകൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ രണ്ട് ഭാഗത്തും ഒരുപോലെ നിന്നുകൊണ്ട് അതിൽ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമം അമേരിക്ക എല്ലാ കാലത്തും നടത്തുന്നതാണ്. അത് നേരത്തെ പാകിസ്ഥാൻ ഭാരതവുമായി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും അമേരിക്ക നടത്തിയിരുന്നു. അതായത് ഭാരതത്തിന് പിന്തുണ നൽകുന്നു, മറുവശത്ത് പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിക്കൊണ്ടും അവരുടെ ആണവായുധങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകിക്കൊണ്ടും അമേരിക്ക ഡബിൾ ഗെയിം കളിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ CIA ഏജന്റിന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒപ്പം വിവിധ വിഷയങ്ങൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടായപ്പോഴും പാകിസ്ഥാനും ഒപ്പം നിന്നുകൊണ്ടും ഭാരതത്തിന് പിന്തുണ നൽകുന്നതോടൊപ്പം തന്നെ പാകിസ്ഥാനൊപ്പം നിർത്താനും ചർച്ചകൾ നടത്താനും അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് തങ്ങളാണ് എന്ന് വരുത്തി തീർക്കാനും അമേരിക്ക ശ്രമിച്ചിരുന്നു. അതെല്ലാ കാലങ്ങളിലും അത്തരത്തിൽ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വിഷയങ്ങൾ ഉണ്ടാക്കാനും വിഷയങ്ങളിൽ മുതലെടുപ്പ് നടത്താനും അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. അത് അന്താരാഷ്ട്ര വേദികളിൽ പൊതുവെയുള്ള യാഥാർത്ഥ്യമാണ്. അത് പലപ്പോഴും തുറന്നു പറയാൻ ചില രാജ്യങ്ങൾ ഭയക്കുന്നു. എന്നാൽ ഭാരതം അത് വളരെ കൃത്യമായി തുറന്നു പറഞ്ഞിട്ടുള്ള രാജ്യമാണ്. ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം വിഷയവും ഉണ്ടായപ്പോൾ അമേരിക്കയുടെ ഇടപെടൽ ആവശ്യമില്ല എന്നും ഈ പ്രശ്നം തീർക്കാൻ ഞങ്ങൾക്കറിയാം എന്നും ഉറക്കെ പറയാൻ രാജ്യമാണ്. ദീർഘവീക്ഷണത്തോടെയുള്ള പറച്ചിലായിരുന്നുവെന്ന് ഇപ്പോൾ തെളിയുന്നുണ്ട്. കാരണം നിങ്ങൾ ഒത്തുതീർപ്പിന് വരണ്ട, നിങ്ങൾ ആരുടെ പക്ഷത്താണെന്ന് ഇനിയും വ്യക്തമല്ല എന്ന് അന്നേ ഇന്ത്യ തിരിച്ചറിഞ്ഞിരുന്നു, അല്ലേ? കൃഷ്ണാജി, തീർച്ചയായും അത്തരത്തിലൊരു തിരിച്ചറിവും ഒപ്പം ഈ പ്രശ്നം തീർക്കാനുള്ള
കരുത്തും ശേഷിയും ഇന്ന് ഭാരതത്തിനുണ്ട് എന്നതുകൂടിയാണ് അത്തരമൊരു നിലപാടെടുക്കാൻ ഭാരതത്തെ കരുത്തുറ്റതാക്കിയത്. അതായത് ഭാരതത്തിൻ്റെ സൈന്യത്തിന് ഈ പ്രശ്നം ഏതറ്റം വരെയും പോവുകയാണെങ്കിൽ അത് തീർക്കാനുള്ള ശേഷിയും ധൈര്യവും ആയുധ സംഭരണവും എല്ലാം തന്നെ ഇന്ന് ഭാരതത്തിനുണ്ട്. ആ ധൈര്യമുണ്ട്. അതോടൊപ്പം തന്നെ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ അമേരിക്ക ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടത്തുന്ന മുതലെടുപ്പിൻ്റെ രാഷ്ട്രീയം വളരെ കൃത്യമായി നിലവിൽ ഭാരതത്തിൻ്റെ ഭരണ നേതൃത്വത്തിനറിയാം. അത് വിവിധ വിഷയങ്ങളിലാണെങ്കിലും, റഷ്യ ഉക്രൈൻ വിഷയത്തിലാണെങ്കിലും, അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണെങ്കിലും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ട് അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ അമേരിക്ക ശ്രമിക്കുന്നത് യാഥാർത്ഥ്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ടും അത് മുൻകൂട്ടി കണ്ടുകൊണ്ടും ആ കാര്യം വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടുമാണ് ഭാരതത്തിൻ്റെ ഭരണ നേതൃത്വം ഈ പഹൽഗാം വിഷയത്തിൽ, ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു ഇടപെടലും ആവശ്യമില്ല എന്ന കർശന നിലപാടെടുത്തത്. അക്കാര്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് അതിലെന്തുണ്ട് ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടിയാണ് ഇപ്പോൾ ഈ CIA ഏജന്റിൻ്റെ വെളിപ്പെടുത്തലിലൂടെ പുറത്തു വരുന്നത്. അതായത് പാകിസ്ഥാനിലെയും ആണവായുധങ്ങളുടെ നിയന്ത്രണമുള്ളത് അമേരിക്കയുടെ പക്ഷത്താണ്. അതിന് അവിടെ സഹായിച്ചത് മുൻപ് പ്രസിഡന്റായിരുന്ന പർവേസ് മുഷറഫ് ഭരണകാലത്ത് അമേരിക്ക വിലക്കെടുക്കുകയും ആണവായുധങ്ങളുടെയും ആണവ കേന്ദ്രങ്ങളുടെയും നിയന്ത്രണം അമേരിക്കയ്ക്ക് നൽകി അത് നിയന്ത്രിക്കുന്നത് അമേരിക്കയാണ് എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൃഷ്ണരാജ്, നോക്കൂ, പാകിസ്ഥാനെ നിയന്ത്രിക്കുന്നത്, പാകിസ്ഥാൻ ഭരണകൂടത്തെ, പാകിസ്ഥാൻ സൈന്യത്തെ ഒക്കെ നിയന്ത്രിക്കുന്നത് പാക് ഭീകരതയാണ് എന്നാർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഈ പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന അമേരിക്ക ആ ഒരു അർത്ഥത്തിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നു. കൃഷ്ണരാജ്, അത്തരത്തിലൊരു വിലയിരുത്തൽ നമുക്ക് നടത്താൻ സാധിക്കില്ല. കാരണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനിൽ നടത്തുന്ന ഇടപെടലുകൾക്ക് അമേരിക്കയുടേതായിട്ടുള്ള ഈ ന്യായീകരണങ്ങളുണ്ട്. പക്ഷേ ഭീകര വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഭീകരതയെ അമേരിക്കയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പല ഘട്ടങ്ങളിൽ അത് അമേരിക്ക തന്നെ രൂപം നൽകിയിട്ടുള്ള ഭീകര സംഘടനകളെക്കുറിച്ച് നമുക്കറിയാവുന്നതാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ കൺസേൺ എന്നുള്ളത് അതിർത്തി കടന്നിട്ടുള്ള ഭീകരവാദമാണ്. അതിന് അമേരിക്ക ഇടപെട്ടാലും ഏത് ലോകരാജ്യം ഇടപെട്ടാലും അതിശക്തമായിട്ടുള്ള മറുപടി നൽകും എന്ന് ഭാരതം ഇതിനോടകം തന്നെ ഇടപെടലിലൂടെ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പാക് കേന്ദ്രീകൃത ഭീകര സംഘടനകൾ, അത് ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളാണ് നിലവിലെ പാകിസ്ഥാൻ ഭരണകൂടത്തെയും ഒരു പരിധിവരെ പാകിസ്ഥാൻ സൈനിക മേധാവി അസം മുനീർ ഉൾപ്പെടെയുള്ളവരെയും നിയന്ത്രിക്കുന്നത്. അത് വളരെ പരമമായിട്ടുള്ള സത്യമാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ഭീകരവാദികൾ ഏതാണ്, പാകിസ്ഥാൻ്റെ സൈനികരേതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത സാഹചര്യം അതിർത്തി മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടാവുകയും നുഴഞ്ഞു കയറ്റത്തിന് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന്, പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള സഹായങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് പല തവണ ഭാരതം അന്താരാഷ്ട്ര വേദികളിൽ തുറന്നു കാണിച്ചിട്ടുള്ള വസ്തുതയാണ്. നിലവിൽ ഭീകരതയ്ക്കെതിരെ പോരാടാൻ ലോകരാജ്യങ്ങളോട് ഭാരതം ആഹ്വാനം ചെയ്യുമ്പോഴാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ഇടപെടൽ പാകിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുന്നത്. അമേരിക്കയുടെ അത്തരത്തിലുള്ള ഇടപെടലിന് പിറകിലെ കാരണം എന്താണ്, അമേരിക്ക എത്രത്തോളം ഇടപെടലുകൾ പാകിസ്ഥാനിൽ നടത്തിയിട്ടുണ്ട്, അതിൽ ഭാരതവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ നിരീക്ഷണവും വിലയിരുത്തലും ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയവും നിലവിലെ ഭരണ നേതൃത്വവും ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്തരം വിലയിരുത്തലുകൾ തീർച്ചയായും ഭാരതത്തിൻ്റെ സുരക്ഷാ ഏജൻസികളും ഇന്റലിജൻസ് ഏജൻസികളും നടത്തിയിട്ടുണ്ടാവും. പാകിസ്ഥാന് മേൽ അമേരിക്കയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുണ്ട് എന്നുള്ളത് പുതിയൊരു വെളിപ്പെടുത്തലല്ല. അത് നേരത്തെയും പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. പല വേളകളിൽ പാകിസ്ഥാന് ആയുധ സഹായം ലഭിച്ചിട്ടുള്ളത് അമേരിക്ക വഴിയാണ് എന്നുള്ള തുറന്നു പറച്ചിലുകളും മുൻപേ തന്നെ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പഹൽഗാം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാനുള്ളിൽ കടന്നു കയറിക്കൊണ്ട് കൃത്യമായിട്ടുള്ള മറുപടി ഭാരതം നൽകുമ്പോഴെല്ലാം അമേരിക്കയുടെ ആ രാജ്യത്തിന് മേലുള്ള, പാകിസ്ഥാന് മേലുള്ള ഇടപെടൽ, അവിടെയുള്ള സ്വാധീനം, ഈ പ്രശ്നം ഏത് രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ, അത് വഷളാക്കാനും അത് ഒതുക്കി തീർക്കാനും അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന കൃത്യമായ തിരിച്ചറിവ്, വേണമെങ്കിൽ ആ വിഷയം വഷളാക്കാനും അമേരിക്കയ്ക്ക് സാധിക്കുമെന്ന കൃത്യമായ തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഭാരതം മുൻപോട്ട് പോയിട്ടുള്ളത്. ഏതായാലും പാകിസ്ഥാനിൽ അമേരിക്കയുടെ ഇടപെടൽ, ആണവായുധങ്ങൾ നിയന്ത്രിക്കുന്നത് അമേരിക്ക എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി മുൻ CIA ചാരൻ രംഗത്ത് വരുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ.